ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ നമ്മൾ സാധാ ഒരു ഗൗണാണ്, സിമ്പിളായിട്ടുള്ള ഒരു ഗൗണാണ്. പക്ഷേ ഇതേപോലത്തെ ലൈനായിട്ടുള്ളത് വരുന്ന സമയത്ത് പിന്നെ വെർട്ടിക്കളായിട്ടും സ്ട്രെയിറ്റ് ആയിട്ടും എങ്ങനെയാണ് ചെയ്യാന്ന് കുറേ ആളുകൾ ചോദിച്ചിരുന്നു. പല പല ഫോട്ടോസ്, പല കളേഴ്സുള്ള ഫോട്ടോസ് വിട്ടിട്ടാണ് പലരും ചോദിച്ചത്. അപ്പം സിമ്പിളാണ് പറഞ്ഞു കൊടുത്തിട്ട് മനസ്സിലാവാതെ കൊണ്ട് നിങ്ങളൊരു വീഡിയോ ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ചെയ്യാണ് കേട്ടോ. അപ്പം നമ്മൾ കാണുമ്പോൾ ഒരു ഗൗൺ തന്നെയാണ്, പക്ഷെ കണ്ടില്ലേ, പിന്നെ മേലേന്ന് താഴോട്ടേക്കും ഇടത്തുനിന്ന് വലത്തോട്ടേക്കും ആയിട്ടാണ് ഒരൊറ്റ പീസിലായിട്ടുള്ള കിട്ടുന്നത്. നമ്മളിങ്ങനെ കട്ട് ചെയ്യുന്നതിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തുമ്പോൾ നമുക്ക് ഈ രൂപത്തിൽ ചെയ്യാം. ഇത് തന്നെ നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ടും ചെയ്യാം കേട്ടോ. അപ്പം ആരെങ്കിലും നമ്മളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എന്നിട്ട് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അതേപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് ക്ലാസ് നടക്കുന്നുണ്ട്. ഇപ്പോൾ ക്ലാസ് റണ്ണിങ്ങിലാണ്. ഇനി ഇപ്പം പലരും ചോദിക്കുന്നുണ്ട് തുടങ്ങുമോ എന്നുള്ളതൊക്കെ. ഇനി നമുക്ക് ഇൻഷാല്ല നെക്സ്റ്റ് ബാച്ചിലേക്ക് ഇപ്പം തന്നെ ബുക്ക് ചെയ്തിടാം കേട്ടോ. അപ്പം നമ്മൾ കാര്യത്തിലേക്ക് കിടക്കാം. ഈ ഒരു മെറ്റീരിയൽ ഞാൻ കോഴിക്കോട് കസവ് കേന്ദ്രയിൽ നിന്ന് വാങ്ങിയതാണ്. മീറ്ററിന് 100 രൂപയാണ്. റയോണാണ് മെറ്റീരിയൽ. 60 ഇഞ്ച് വീതിയുള്ളതാണ് കേട്ടോ. 100 രൂപക്കുള്ള പല കളേഴ്സും ഉണ്ട് അവിടെ. ഈ ലൈനുള്ളത് ഇതൊറ്റ കളേഴ്സേ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ഈ ലൈനുള്ളതിനെ ചോദിച്ചുകൊണ്ട് ഞാൻ ഈ ഒരു കളർ എടുത്തതാണ്. ഈ ഒരു യെല്ലോ ആണ് വിത്ത് ബ്ലാക്ക് അല്ല, ഡാർക്ക് കോഫി കളറാണത്. പക്ഷെ ബ്ലാക്ക് പോലെ തന്നെ തോന്നും. അപ്പം 100 മീറ്റർ ആണ് കേട്ടോ. പലരും പറയാറുണ്ട് റേറ്റ് പറയണം എന്നുള്ളതൊക്കെ, അതുകൊണ്ടാണ് ഞാൻ റേറ്റ് പറഞ്ഞത്. കസവ് കേന്ദ്രയിൽ നിന്നാണ് വാങ്ങിയത്. ഓക്കെ, അപ്പോൾ ഇതേപോലെ മെറ്റീരിയൽ നമുക്ക് പിന്നെ ഇങ്ങനത്തെ ലൈൻ ഉള്ളത് കൊണ്ടാണ് മാത്രം ഇങ്ങനത്തെ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. ഒരേപോലെ പ്രിന്റ് ഉള്ളത് കൊണ്ട് ചെയ്യാൻ പറ്റില്ല. താഴെ ബോർഡർ ഉള്ളത് കൊണ്ടൊന്നും ഇതേപോലെ ചെയ്യാൻ പറ്റില്ല. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. പിന്നെ ഡീറ്റെയിൽ ആയിട്ട് പറയണം. പെരുന്നാൾ ഡ്രസ്സൊക്കെ അടിക്കാനുള്ളതാണ്, കുറേ ചെയ്യണം എന്നൊക്കെ പിന്നെയും പറയാറുണ്ട് എല്ലാവരും. അപ്പം നമ്മൾ ഇതിൻ്റെ 3 മീറ്റർ ക്ലോത്തിന് ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ടിരിക്കുകയാണ്. അപ്പം 3 മീറ്റർ ഫുള്ളായിട്ട് ഇപ്പം 4 ആക്കി മടക്കിയെന്നേ ഉള്ളൂ. 3 മീറ്ററിനെ നമ്മൾ ആദ്യം കംപ്ലീറ്റ് താഴെന്ന് എനിക്ക് ഏറ്റവും താഴത്തെ ഫ്രില്ലിനുള്ള ലെങ്ത് നമുക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് കട്ട് ചെയ്യാണ്. അപ്പം ഞാനിതിൽ 15 എടുക്കുന്നത്. അപ്പോൾ അത് ലൈൻ വരച്ച് ഫുള്ളായിട്ട് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് 15 ഇഞ്ച് വീതിയിലും പിന്നെ 3 മീറ്റർ നീളത്തിലുള്ള ഒരു പീസാണ് കിട്ടുക കേട്ടോ. ഇതേപോലെ വേറെ ഗൗൺ ചെയ്യണമെന്ന് നമ്മൾ മുമ്പ് വീഡിയോ ഇട്ടിരുന്നു. പക്ഷെ ഇത് ഈ ലൈനുള്ളത് ഇങ്ങനെ തിരിച്ചും മറിച്ചും വരുന്ന രൂപത്തിൽ ഇടുന്നത് എന്തായാലും ഇടണമെന്ന് ഒരാളല്ല, ഒന്നിൽ കൂടുതൽ ആളുകൾ, ഒരു 5-6 ആളുകളൊക്കെ ചോദിക്കുന്ന സാധനം ഞാൻ പെട്ടെന്ന് അങ്ങോട്ടേക്ക് ഇടലാണ് കേട്ടോ. അപ്പോൾ ആ ഒരു പീസ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ച്. ഇനി ഞാനിത് ഒരു പേപ്പറിൽ നിങ്ങൾക്ക് പറഞ്ഞിട്ട് അപ്പോൾ കുറേ കൂടി നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. എന്താ ഞാനൊരു പേപ്പറിനകത്ത് ലൈൻ വരച്ച് അതേപോലെയൊക്കെ ആക്കിയിട്ടാണുള്ളത്. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ളതാണ് നമ്മുടെ 3 മീറ്റർ എന്ന് പറഞ്ഞ ലെങ്ത്. മനസ്സിലായില്ലേ? മേലേന്ന് താഴോട്ടേക്ക് ഇത് 60 ഇഞ്ച് വീതി ആയതുകൊണ്ട് 3 മീറ്റർ കൊണ്ട് എനിക്ക് ഇതേപോലെ ചെയ്യാൻ പറ്റി. പിന്നെ 44 ഇഞ്ച് വീതി ആണെങ്കിൽ 3.5 മീറ്റർ എടുക്കേണ്ടി വരും കേട്ടോ. എന്നിട്ട് ഈ ഒരു ഭാഗത്ത് താഴെ 3 മീറ്റർ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് എത്ര വീതിക്കാണോ താഴത്തെ ഫ്രില്ല് വേണ്ടത് അത് കട്ട് ചെയ്തെടുക്കുക. ഓരോന്ന് എടുക്കുന്ന സമയത്തും അതിൻ്റെ കൂടെ നമ്മൾ ഉദ്ദേശിക്കുന്ന വീതിനെ കൂടെ തയ്യൽ തുമ്പ് ആഡ് ചെയ്യാൻ ആരും മറക്കരുത്. എന്നിട്ട് ഈ ബാക്കിയുള്ള പാർട്ടിൽ നിന്ന് നമ്മൾ ആദ്യം കട്ട് ചെയ്യേണ്ടത് ബോഡി പാർട്ടാണ്. ബോഡി പാർട്ട് എത്ര ലെങ്ത് ആണോ നമുക്ക് വേണ്ടത് അത് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം അതിൻ്റെ തൊട്ട് താഴത്തുള്ളത്, അപ്പോൾ ബോഡി പാർട്ട് നമ്മൾ മേലെ നിന്ന് താഴോട്ടേക്ക് വരുന്ന രൂപത്തിലാണ് കട്ട് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ ആദ്യം ഫോട്ടോ കണ്ടപ്പോൾ മനസ്സിലായില്ലേ? അതിനെ തൊട്ട് താഴത്തുള്ളത് വെർട്ടിക്കലായിട്ടാണ് വന്നത്. കണ്ടില്ലേ? ബോഡി പാർട്ട് മേലെ നിന്ന് താഴോട്ടേക്ക്, അതിൻ്റെ തൊട്ട് താഴെ ഉള്ളത് ഇടത്തു നിന്ന് വലത്തോട്ടേക്ക്, ഏറ്റവും താഴത്തെ ഫ്രില്ല് പോലെ തന്നെ. ബോഡി പാർട്ട്, ആ ബോഡി പാർട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് വെച്ചിട്ട് അതിൻ്റെ താഴത്തുള്ളതിന് വീതി നമുക്ക് എടുക്കാൻ കിട്ടും. അത് കഴിഞ്ഞിട്ടും അതിൻ്റെ തൊട്ട് താഴത്തത് വീതി എടുക്കാൻ പറ്റും. എനിക്കിത് 60 ഇഞ്ച് വീതി ഉള്ളത് കൊണ്ട് കുറച്ചധികം ക്ലോത്ത് കിട്ടിയത് കൊണ്ട് ഞാൻ ഏറ്റവും താഴത്തെ 2 ഫ്രില്ലിന് കുറേശ്ശെ 2 പീസിന് കുറേശ്ശെ ഫ്രില്ല് കൊടുത്തു കേട്ടോ. അത് 44 ഇഞ്ച് വീതിയുള്ളതാകുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ കിട്ടൂല. ഇനി അങ്ങനെ ഫ്രില്ല് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് 4 മീറ്ററിലേക്ക് തന്നെ നിങ്ങൾ തുണി എടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പം ഇതിൻ്റെ മെഷർമെൻറ്റ് ഞാൻ പറഞ്ഞുതരാം. എൻ്റെ ഡ്രസ്സിന് ടോട്ടൽ ലെങ്ത്ത് വന്നത് 56 ഇഞ്ചാണ്. അപ്പോൾ ബോഡി പാർട്ട് ഞാൻ എടുക്കാറ് 15 ഇഞ്ചാണ്. അപ്പോൾ 15ൻ്റെ കൂടെ തയ്യൽ തുമ്പ് ആഡ് ചെയ്യണം. 56 നിന്ന് 15 കഴിഞ്ഞാൽ ബാക്കി 41 വേണ്ടത്. ആ 41 നമ്മൾ സ്കേർട്ട് പാർട്ട് 3 പാർട്ടായിട്ട് ചെയ്യുന്നത് കൊണ്ട് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 13.6. അതിൻ്റെ കൂടെ
തയ്യൽ തുമ്പ് ആഡ് ചെയ്യാൻ മറക്കരുത്. അതുകൊണ്ടാണ് +1 ഞാൻ ഇട്ടത്. അത് തയ്യൽ തുമ്പ് എങ്ങനെയാണോ നിങ്ങൾ ആഡ് ചെയ്യുന്നത് ഞാൻ പറയാറുണ്ടല്ലോ, റയോൺ മെറ്റീരിയൽ ആകുമ്പോൾ നമ്മൾ കുറച്ചൊന്ന് ഫോൾഡ് ചെയ്ത് തയ്ച്ചാൽ നൂല് പോരുന്ന പ്രശ്നം വരൂലെന്ന്. അപ്പം ആ രീതിക്ക് ചെയ്യുന്നവരൊക്കെ അതിനനുസരിച്ചിട്ട് എടുക്കാൻ മറക്കരുത്. അവസാനം ലെങ്ത് കുറഞ്ഞു പോകുന്ന പ്രശ്നം വരരുത്. അപ്പം ഇങ്ങനെയാണ് ഇത് കട്ട് ചെയ്ത് ഞാൻ പേപ്പറിലുള്ളത് അന്ന് ആദ്യം പറഞ്ഞത് മാത്രം. ഇനി തുണിയിലേക്ക് പോവാം. അപ്പം അതാ എൻ്റെ ലെങ്ത്ത് വിത്ത് തയ്യൽ തുമ്പാണ് എടുക്കുന്നത്. അതേപോലെ വിടുത്ത് പ്ലസ് തയ്യൽ തുമ്പ്. എളാമ ഇവിടെ വന്നപ്പം എല്ലാം എളാമനെ കൊണ്ട് ചെയ്യിക്കുന്നപ്പം ഒരാൾ കറക്റ്റ് വീഡിയോ എടുക്കുമല്ല, ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് വീഡിയോ എടുക്കൽ കഴിയും കേട്ടോ. ഞാൻ എടുക്കുമ്പോൾ മക്കളോട് പറഞ്ഞാൽ ചിലപ്പം അവരെടുത്തത് ശരിയാവൂല. അല്ല സെറ്റ് ചെയ്ത് വെക്കുമ്പോൾ ചിലപ്പം സൂമായിട്ട് വരേണ്ട കാണൂല. അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ എളാമ ഉണ്ടാകുമ്പോൾ എല്ലാം ചെറിയ കള്ളത്തരം ചെയ്യല. അപ്പോൾ ഇതാ ബോഡി പാർട്ട് കട്ട് ചെയ്ത് ബാക്ക് നെക്കാണ് ഇപ്പോൾ ഈ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എൻ്റെ മെഷർമെൻ്റൊക്കെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ വന്നതുകൊണ്ടാണ് ഞാൻ മെഷർമെൻറ്റിനെ കുറിച്ചിട്ട് ഇതിലൊന്നും പറയാത്തത്. ഓരോരുത്തരുടെയും മെഷർമെൻറ്റിനനുസരിച്ചിട്ട് ചെയ്യാം. കിഡ്സിൻ്റെത് ആണെങ്കിൽ അങ്ങനെ ചെയ്യാം, നിങ്ങൾക്ക് അല്ലാത്ത ടീനേജ് കുട്ടികൾക്കും ഒക്കെ ചെയ്യാം. അപ്പോൾ ഇതിപ്പോൾ ഈ കളർ ഇപ്പോൾ കുട്ടികൾക്ക് അങ്ങനെ ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. എനിക്ക് ഈ ഒരു ലൈനുള്ളത് ഈ ഒരൊറ്റ പീസ് മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഞാൻ ഈ കളർ അങ്ങോട്ടേക്ക് എടുത്തതെന്ന് മാത്രം. അത് കഴിഞ്ഞിട്ട് ഇത് നമ്മൾ സെക്കൻഡ് പാർട്ടിലേക്കുള്ള ഇതിൻ്റെ തൊട്ട് മേലേക്കുള്ളത്, ഏറ്റവും താഴത്തിൻ്റെ തൊട്ട് മേലേക്കുള്ള ഒരു പാർട്ടാണ് ഈ കട്ട് ചെയ്യുന്നത്. അങ്ങനെ ഓരോ പാർട്ടും അപ്പം നമ്മൾ നോക്കണം, എവിടുന്നൊക്കെയോ അങ്ങനെയൊക്കെയോ കട്ട് ചെയ്യരുത്. നമുക്ക് കിട്ടുമോ എന്നുള്ള പാർട്ടൊക്കെ ഉറപ്പ് വരുത്തിയിട്ടേ കട്ട് ചെയ്യാവൂ. അതാണ് ബിഗിനേഴ്സ് ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. ഇതിപ്പോൾ ഏറ്റവും താഴത്തതും അതിൻ്റെ തൊട്ട് മേലത്തതും ആയി. ഇനി ബോഡി പാർട്ട് നമ്മൾ കട്ട് ചെയ്തു. ബാക്കി ഉള്ള ഒരു പീസും സ്ലീവും മാത്രമാണ് ഇനി കട്ട് ചെയ്യാനുള്ളത്. അങ്ങനെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കട്ട് ചെയ്യുക. നീ അങ്ങനെ ലൈനുള്ള സാരിയൊക്കെ ഉണ്ടാവുമല്ലോ, അതുകൊണ്ടൊക്കെ വേണമെങ്കിൽ ചെയ്ത് നോക്കാം കേട്ടോ. ആ പിടിച്ചാൽ കിട്ടാത്ത പണ്ടൊക്കെ ഗൾഫിൽ നിന്ന് കൊണ്ടുവരുന്ന സാരി ഇല്ലേ, അതിലൊക്കെ ചെയ്ത് നോക്കാം. അപ്പം അതേമാതിരി ബിഗിനേഴ്സിനോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ആദ്യം വേണമെങ്കിൽ നിങ്ങളുടെ ഇത് ന്യൂസ് പേപ്പറിൻ്റെ അകത്ത് കട്ട് ചെയ്ത് വെച്ചിട്ട് അത് വെച്ചിട്ട് നിങ്ങൾക്ക് കട്ട് ചെയ്യുമ്പം കുറച്ചുകൂടി സൗകര്യമായിരിക്കും. ഓരോ പാർട്ടും 4 ഫോൾഡ് ആക്കിച്ചിട്ട് അത് വെച്ചിട്ട്, കാരണം ഇത് ഒരൊറ്റ പീസിനെ 3 കട്ടാക്കുന്നുണ്ടല്ലോ. അപ്പൊ എവിടെ കട്ട് ചെയ്തിട്ട് ആ കട്ട് ചെയ്ത് മുതൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എത്രത്തോളം വരുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. പേപ്പറിൽ കട്ട് വെച്ചിട്ട് ഇങ്ങോട്ട് ചെയ്യുന്ന സമയത്ത് ഒട്ടും വേസ്റ്റ് ആവില്ല തുണി. ഇതിപ്പോൾ നമ്മുടെ ബോഡി പാർട്ടിന് തൊട്ട് താഴെയായിട്ട് വരുന്ന ആ പീസ്, ബോഡി പാർട്ട് മേലെ നിന്ന് താഴോട്ടേക്ക് ലൈൻ വരുന്ന രൂപത്തിലാണല്ലോ, അതിന്റെ തൊട്ട് താഴെ ഇട്ട് വരുന്ന പാർട്ടാണ് ഈ കട്ട് ചെയ്യണത്. അപ്പോൾ അത് കട്ട് ചെയ്യാൻ നമുക്ക് വേണ്ട ലെങ്ത് ഇങ്ങനെ വരച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് വേണം ആ ബോഡി പാർട്ടിന്റെ പീസ് വെച്ചിട്ട്, ഇപ്പോൾ തുണിക്ക് കുറച്ച് വീതി അധികം ഉണ്ടാവും, മേലെ വീതി കുറവും വേണ്ടി വരും, താഴോട്ടേക്ക് വരുന്നതിനനുസരിച്ച് വീതി കൂടുതലും വേണ്ടി വരും. കണ്ടില്ലേ 2 ലൈൻ ഇട്ടത്, നമ്മളെ ബോഡി മെഷർമെന്റും തയ്യൽ തുമ്പടക്കം. എന്നിട്ട് ഇങ്ങനെ വരച്ച് നമുക്കിപ്പം കുറച്ചുകൂടി അറിയുന്നവർക്ക് അതിങ്ങനെയാണ് ചെയ്യേണ്ടത്, പെട്ടെന്ന് മൈൻഡിൽ വരും. പക്ഷെ ബിഗിനേഴ്സിന് ന്യൂസ് പേപ്പറിനകത്ത് കട്ട് ചെയ്ത് വെച്ചിട്ട് ആ ഓരോ പീസും വെച്ച് ചെയ്യുമ്പോൾ എളുപ്പമാണ്. അങ്ങനെ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് സംശയം ഉണ്ടെങ്കിൽ അത് ക്ലിയർ ആക്കിയിട്ട് തന്നെ കട്ട് ചെയ്യണം കേട്ടോ. പലരും പല അബദ്ധങ്ങൾ ചെയ്തിട്ട് തുണി വേസ്റ്റ് ആയി പോകുന്നുണ്ട്. കാണുമ്പോൾ സങ്കടം വരികയാണ്. അങ്ങനെ അവസ്ഥ വരാതിരിക്കാൻ വേണ്ടി നിങ്ങളൊന്ന് ഉറപ്പ് വരുത്തുക. എൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എപ്പോഴും കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് സംശയം എന്നോട് വിളിച്ച് ചോദിക്കാം, ഞാൻ പറഞ്ഞു തരും ഇൻഷാ അല്ലാ. അപ്പോൾ ഇത് ആ പാട്ടും കൂടി പിന്നെ ഓരോന്നോരോന്നായിട്ട് നമ്മൾ ജോയിൻ ചെയ്യാനാണ് ഉള്ളത്. വേറെ അധികം പണികളൊന്നുമില്ല. പക്ഷെ ഈ കട്ടിങ് എങ്ങനെയാണ് കുറേ ചോദിച്ചത് കൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ഇടുന്നത് കേട്ടോ. സ്ലീവിൻ്റെ പാർട്ട്, ഇപ്പം ഇത് സ്ലീവിന് ഞാൻ കുറച്ചധികം ലെങ്ത്തിലാണ് എടുത്തത്. കാരണം താഴെ ഭാഗം കുറച്ച് കൂടുതൽ വീതിക്ക് മടക്കിച്ചിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് കൂടി എലാസ്റ്റിക് ഇടാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് കുറച്ച് ലെങ്ത് കൂട്ടിയെടുത്തത്. അതായത് അതിന് ശേഷം ബാക്കി എല്ലാ പാർട്ടും എടുത്തിട്ട് ബാക്കിയുള്ള പീസിനെ കംപ്ലീറ്റ് അങ്ങോട്ടേക്ക് സ്ലീവിലേക്ക് എടുത്ത് അങ്ങനെയാണ് ചെയ്തത്. സ്ലീവിൻ്റെ മേലെ ഭാഗം 3.5 ഇഞ്ച്, അത് പലരും ചോദിക്കുന്നുണ്ട് 3.5 ഇഞ്ച് 3 ഇഞ്ച് അതെങ്ങനെയാണ് മനസ്സിലാവുക എന്നുള്ളത്. അത് വണ്ണം കൂടുന്നവർക്കാണ് 3.5-4 നമ്മൾ പോവേണ്ടതുള്ളൂ. അതൊക്കെ നിങ്ങൾക്ക് നമ്മളെ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് അതൊക്കെ പറയുന്നുണ്ട്. നിങ്ങൾ സംശയമുള്ളവർക്ക് എന്നോട് ചോദിക്കാം. ഇപ്പം താഴെ കുറച്ചൊന്ന് വീതി കുറയ്ക്കുക, ഒരു 1.5 ഇഞ്ച് മാത്രം വീതി ഒന്ന് കുറയ്ക്കുക. അല്ല ഞാൻ ഈ കുറച്ച് മേലെ വശത്ത് ഇങ്ങനെ വല്ലാതെ തൂങ്ങിയ പോലെ നിൽക്കും. ഒന്നാമത് റയോൺ ആണല്ലോ ക്ലോത്ത്, അപ്പോൾ ഒരു ഒഴുക്കലായിരിക്കുമല്ലോ, അപ്പോൾ ഭയങ്കര വീതി വേണ്ടാന്ന് വിചാരിച്ച് കുറച്ച് അവിടെ കട്ട് ചെയ്താൽ പറഞ്ഞായിരുന്നു. പിന്നെ നമ്മൾ ടോട്ടൽ ലെങ്ത്ത് എനിക്കിതേ
ഈ ഒരു 24 വേണ്ടത്. അവിടെ നിന്ന് താഴോട്ടേക്കാണ് ഞാൻ പറഞ്ഞ മടക്കി കൂടുതൽ വീതിക്ക് മടക്കുന്നതെന്ന് പറഞ്ഞത്. അപ്പം അതിന് അടയാളം മനസ്സിലാവാൻ വേണ്ടി നമ്മളിങ്ങനെ ചെറിയൊരു കട്ട് അങ്ങനെ ഷോൾഡറിൻ്റെ അവിടെ അല്ല സ്ലീവിൻ്റെ ഷോൾഡറിൻ്റെ ഭാഗമൊക്കെ കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല സൗകര്യത്തിൽ ചെയ്യാം. ഇനി നമ്മൾ നെക്കിനുള്ള പീസ് നമ്മൾ നെക്ക് കട്ട് ചെയ്ത് കളഞ്ഞ ആ സെയിം പീസ് ഇത് പലരും ചോദിക്കുന്നതാണ്. അത് കറക്റ്റ് ആവുന്നില്ല മെഷർമെൻറ്റ്. ഇങ്ങനെ തന്നെ വെച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ആവുന്ന യാതൊരു സംശയവും ഇല്ല കേട്ടോ. നിങ്ങൾ ന്യൂസ് പേപ്പറിലൊക്കെ ഇങ്ങനെ ചെയ്ത് നോക്കി എന്നിട്ട് നിങ്ങളെ പിന്നെന്താ പറയുക ഒരു ധൈര്യം വരാൻ പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ടല്ലോ സ്റ്റേജിലൊക്കെ കയറുമ്പോഴുള്ള മുട്ട് വർക്കില്ല. അതേപോലെ തുടക്കക്കാർക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവും. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത് വരുന്നത്. അപ്പോൾ പേപ്പറിൽ കട്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞിട്ട് ഉറപ്പിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ഇത് കിട്ടും. വേസ്റ്റ് ഏതായാലും നമ്മൾ ക്ലോത്ത് കട്ട് ചെയ്യുന്ന ഇതുകൊണ്ട് പിന്നെ ന്യൂസ് പേപ്പർ കട്ട് ചെയ്യരുത് കേട്ടോ. പിന്നെ ക്ലോത്തിലേക്ക് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവും. ഇത് ബാക്ക് നെക്കും ഫ്രണ്ട് നെക്കും കട്ട് ചെയ്യണത് ഞാൻ എത്രയോ പറഞ്ഞതാണ് കാണിച്ചതാണ്. പക്ഷെ പിന്നെയും സംശയം ചോദിക്കുന്നതുകൊണ്ട് ഈ വീഡിയോയിലും കൂടി കാണിക്കുന്നതെന്ന് മാത്രം. ഇനി നമ്മൾ സ്റ്റിച്ചിങ്ങിലേക്ക് പോകുമ്പോൾ ആദ്യം ചെയ്യുന്നത് സ്ലീവിൻ്റെ ഒരു 4 ഇഞ്ചിൽ ഒന്നങ്ങോട്ട് മടക്കി അടിക്കുകയാണേ. നമ്മൾ കുറച്ച് എക്സ്ട്രാ ഇട്ട് എന്ന് പറഞ്ഞില്ലേ, അത് എങ്ങനെയാണ് ഉള്ളിലേക്ക് പോകുന്നത് എന്നുള്ളത് കാണിക്കുകയാണേ. 4 ഇഞ്ചിലൊന്ന് മടക്കി കംപ്ലീറ്റ് അങ്ങോട്ടേക്ക് തയ്ച്ച് എന്നിട്ട് നമ്മൾ ആ എടുത്ത ഇതുണ്ടല്ലോ എത്രത്തോളമാണ് നമുക്ക് അധികം വേണ്ടത് നമ്മൾ ചെറിയ കട്ട് കൊടുത്തില്ലേ, ഒരു വെട്ട് കൊടുത്തില്ലേ, ആ ഒരു വെട്ടിൻ്റെ അത് നിങ്ങൾ കാണുന്നുണ്ട്. ആ കട്ട് അവിടെ വെച്ചിട്ടാണ് ഇപ്പം മടക്കിയത്. മനസ്സിലായില്ലേ? ഇതാ ആ കട്ടിനെ കണ്ടില്ലേ. എന്നിട്ട് അതവിടെ തയ്ക്കുമ്പോൾ നമ്മൾ സ്ലീവിൻ്റെ കറക്റ്റ് ലെങ്തായി വന്ന് ഇനി ആ സ്റ്റിച്ചിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് നമ്മൾ എത്രയാണോ എലാസ്റ്റിക് വീതി എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് തൊട്ടിപ്പുറത്തൊരു സ്റ്റിച്ച് കൊടുക്കുക. ആ 2 സ്റ്റിച്ചിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പിലേക്ക് കൂടി വേണം നമുക്ക് നമ്മുടെ എലാസ്റ്റിക് ഇടാൻ. ഒന്നുകിൽ 1/2 ഇഞ്ച് അല്ലെങ്കിൽ 1/4 ഇഞ്ച്. ഇതിൽ കൂടുതൽ സൈസ് കൂട്ടരുത്, അപ്പോൾ ഭയങ്കര ബോറാവും. ഞാനിപ്പോൾ 1/4 ഇഞ്ച് എലാസ്റ്റിക്കാണ് എടുത്തിട്ടുള്ളത്. അത് നമ്മൾ സാധാരണ ചെയ്യണ പോലെ തന്നെ സൂചിയിൽ കോർത്ത് മുട്ട് സൂചിയിൽ കോർത്ത് സേഫ്റ്റി പിന്നിൽ കോർത്തിട്ട് അതിലേക്ക് കൂടി കയറ്റിയെടുത്താൽ മാത്രം മതി. ഇത് പലർക്കും അറിയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. തീരെ അതായത് ഈ ഫീൽഡിൽ അങ്ങനെ പരിചയമില്ലാത്തവർ മാത്രമാണ് കേട്ടോ അങ്ങനെയൊക്കെ പറയുന്നുണ്ടാവുക. പക്ഷെ കണ്ടു കഴിയുമ്പം നല്ല ഐഡിയ അല്ലേ എന്നുള്ള നിലയിലൊക്കെ പറയാറുണ്ട്. അതിങ്ങനെ മുമ്പേ ഉള്ളൊരു രീതിയാണല്ലോ. ഇത് ഫീൽഡിലേക്ക് അങ്ങനെ വരാത്തത് കൊണ്ട് മനസ്സിലായിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതായത് നമുക്ക് എത്ര ലെങ്ത്തിലാണ് വേണ്ടത് എന്നുള്ളത് നോക്കുക. പിന്നെ ഭയങ്കര ടൈറ്റിലാക്കും വേണ്ട. കാരണം നമുക്ക് കൈ എലാസ്റ്റിക് താഴേക്ക് ഭയങ്കര ടൈറ്റിൽ നിൽക്കുമ്പോൾ ഭംഗി നല്ലോണം ഉണ്ടാകും. പക്ഷെ നമ്മളൊന്ന് ഒതുണ്ടാക്കാനോ അല്ലെങ്കിൽ ഒന്ന് എന്തെങ്കിലും പണിയെടുക്കുന്ന സമയത്ത് കയറ്റുമ്പോൾ ഭയങ്കര ടൈറ്റായിട്ട് മുട്ടിൻ്റെ അവിടെയൊക്കെ പെയിൻ വരും. അതുകൊണ്ട് അത്ര ടൈറ്റിൽ താഴേക്ക് എടുക്കാതിരിക്കുക നല്ലത് കേട്ടോ. എന്നിട്ട് നമ്മൾ ആ 2 അറ്റവും ഒന്ന് ലോക്ക് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അല്ലാഞ്ഞാൽ നമ്മൾ പിന്നെ കൈ ജോയിൻ്റ് ആക്കുന്നത് വരെ അത് അതിൻ്റെ ഉള്ളിൽ നിന്ന് പോന്നു പോകുമല്ലോ. അങ്ങനത്തെ കാര്യങ്ങളൊന്നും മറന്നു പോവരുത് ബിഗിനേഴ്സ് കേട്ടോ. പിന്നെ നെക്ക് തയ്ക്കുന്നതിനെ പറ്റിയിട്ട് പലരും പറയാറുണ്ട്. നെക്ക് അതുമേൽ വെച്ച് തയ്ച്ചിട്ട് ലാസ്റ്റ് തയ്ക്കുമ്പോൾ ഇങ്ങനെ വൃത്തിയാവുന്നില്ല. നെക്ക് തയ്ക്കുന്നത് കണ്ടില്ല, സ്ലോലിയാണ് കാണിക്കുന്നത്. ഇങ്ങനെ ആ ഭാഗം മെല്ലെ ആദ്യം തന്നെ ഈ മടക്കി അടിക്കണം. മെല്ലെ മെല്ലെ മടക്കി പിടിക്കുന്നേ ഉള്ളൂ. നമ്മൾ ബലം പിടിക്കുകയേ ചെയ്യരുത്. ബലം പിടിക്കുമ്പോഴാണ് അതിൻ്റെ ഷേപ്പ് മാറുകയും നമ്മൾ നെക്കിൽ വെച്ച് തയ്ക്കുന്ന സമയത്തൊക്കെ കൊളാവുകയും ചെയ്യുന്നത്. ഇങ്ങനെ വിരൽ കൊണ്ടൊന്ന് പതിച്ച് കൊടുത്ത് പതുക്കെ അങ്ങോട്ടേക്ക് പോയാൽ മതി. കണ്ടില്ലേ? ആ ഓരോ തയ്യലിലും അല്ലാതെ നമ്മൾ വലിച്ചു കഴിഞ്ഞാൽ ഇവിടേക്ക് എത്തുമ്പോഴേക്ക് ഈ അറ്റം നീളം കുറെ കൂടിയിട്ടുണ്ടാവും. വലിക്കാതെ ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്ത് ഒന്ന് സോഫ്റ്റ് ആക്കി ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കൽ മാത്രമേ വേണ്ടുള്ളൂ. ബാക്ക് നെക്കിലും കൂടി പറഞ്ഞുതരാം. അപ്പോൾ ഒന്നും കൂടി നിങ്ങൾക്ക് ക്ലിയർ ആവും. നമ്മൾ പ്രഷർ ഫുട്ടിൽ വെച്ചിട്ട് ഇങ്ങനെ വിരൽ കൊണ്ടൊന്നിങ്ങനെ പതിച്ച് കൊടുക്കുക. അപ്പോൾ ഫാസ്റ്റായിട്ട് തയ്ക്കുമ്പോൾ അതെങ്ങോട്ടോ പോയിപ്പോട്ടോ. ഇവിടെയൊക്കെ തയ്ക്കുമ്പോൾ എത്ര എക്സ്പേർട്ട് ആണെങ്കിലും സ്ലോലിയാണ് തയ്ക്കുക. അത് നിങ്ങൾ ബിഗിനേഴ്സ് മനസ്സിലാക്കിയാൽ മതി. പിന്നെ ഇന്നൊക്കെ ഓരോരുത്തർ ചെയ്ത അബദ്ധങ്ങൾ ക്ലാസ്സിൽ ഓരോരുത്തർ അതായത് ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടാവുമല്ലോ ക്ലാസ്സിൽ ചേർന്നിട്ടാകുമ്പോൾ പെട്ടെന്ന് തയ്ച്ചിടുകയെന്ന്. ആ സമയത്ത് ചെയ്ത അബദ്ധങ്ങൾ കേട്ടിട്ട് കുറേ ചിരിച്ചിട്ടുണ്ട്, കുറേ സങ്കടം വന്നിട്ടുണ്ട്. കാരണം എന്നിട്ട് പിന്നെ ആളെന്നെ പറഞ്ഞ് ടേപ്പ് പിടിച്ചതൊക്കെ തല കുത്തനാക്കി പിടിച്ചിട്ട് 21 എന്നുള്ള മെഷർമെന്റ് 12 ആയിട്ട് കണ്ട് ആ അളവിൽ ചെസ്റ്റ് റൗണ്ട് വെച്ച് പിന്നെ ബോഡി പിന്നെ യോക്ക് വേറെ എന്തൊക്കെയോ ഒക്കെ കളിച്ചു പോയി പാവം. നെക്കിലേക്ക് വെച്ച് തയ്ക്കുന്നത് ഒന്നുകൂടി നിങ്ങൾ കണ്ടോളി.
ഇങ്ങനെ വെച്ച് ഇതിലും തീരെ ബലം പിടിക്കരുത്. പലരും ഈ പീസ് എത്തൂലെന്ന് വിചാരിച്ചിട്ട് ബലം പിടിച്ചു. അപ്പോൾ ഇത് കണ്ടില്ലേ, മെല്ലെ അങ്ങോട്ടേക്ക് തൊട്ട് കൊടുക്കുന്നേ ഉള്ളൂ. തുണി അവിടുന്ന് ആ സ്ഥാനത്ത് നിന്ന് മാറി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ തയ്ച്ചിങ്ങോട്ടേക്ക് വന്നാൽ ഒട്ടും തെറ്റൂല. അതതിൻ്റെ കറക്റ്റിൽ ആ 4 ഇഞ്ച് തയ്യൽ തുമ്പിൽ നമുക്ക് കൃത്യമായിട്ട് എടുക്കാൻ കഴിയും. കണ്ടില്ലേ, നമ്മൾ ആ പീസ് വെച്ച് തന്നെ നെക്കിന് എക്സ്ട്രാ കൊടുക്കാനുള്ള പീസിന് കട്ട് ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് ഇത്രയും പെർഫെക്റ്റ് ആക്കിയിട്ട് കിട്ടുന്നത്. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാനേ ഉള്ളൂ. പിന്നെ ഇപ്പം കുറേ ആളുകൾക്ക് മനസ്സിലായിട്ടോ, ഒരുപാട് വർഷങ്ങളോളം ഒന്നും ഇതാവുന്നില്ല, ശരിയാവുന്നില്ല എന്ന് പറഞ്ഞിട്ട് ചെറിയ ചെറിയ ട്രിക്ക് കൊണ്ട് മാത്രം രക്ഷപ്പെടാവുന്നൊരു മേഖലയാണിത്. പിന്നെ ഈ കട്ടിങ് ഇത്ര ഫാസ്റ്റ് ആയിട്ടൊന്നും ബിഗിനേഴ്സ് ആരും കട്ട് ചെയ്യില്ലേ. ഇതൊക്കെ വലിയൊരു എക്സ്പേർട്ടാണ് ഈ ചെയ്യണത്, ഞാനല്ല അളാമയാണ്. എന്നിട്ടുള്ള ഈ പതിച്ചടിയും പലരും ചോദിക്കുന്നതാണ്. കണ്ടില്ലേ, അപ്പം ചെയ്യുന്നത് നെക്ക് നമ്മൾ കൊടുത്ത പീസുമ്മലാണ് ആ തയ്യൽ വരുന്നത്. ആ തയ്യൽ അവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പതിച്ച് തയ്ക്കലോ നമ്മൾ ഹെമ്മിങ് ചെയ്യുന്നത് ഉണ്ടല്ലോ, ആ ഹെമ്മിങ് ചെയ്യലോ ചെയ്യാം. അപ്പൊ ഈ തയ്യല് നമ്മുടെ മെയിൻ ക്ലോത്തിൽ വരാതെ മറ്റേ ക്ലോത്തിലേക്ക് തന്നെ വരുത്തിയാൽ നമ്മുടെ നെക്കിന്റെ അവിടെ ആ നെക്കിനോട് തൊട്ടുകൊണ്ടുള്ള അവിടെ ഒരു തയ്യലില്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റും. മനസ്സിലായോ? അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് ബാക്ക് നെക്കിലും ചെയ്യാം. എന്നിട്ട് ഷോൾഡർ കൂട്ടി ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം. പിന്നെ ഞാൻ ഒരുപാടൊന്നും ബാക്കി കാര്യങ്ങൾ ഇതിൽ പറയുന്നില്ല, കാരണം ബാക്കി നമ്മൾ തമ്മിൽ ജോയിൻ ചെയ്യുന്നതിനൊന്നും നിങ്ങൾക്ക് പറയേണ്ട കാര്യങ്ങളില്ലല്ലോ. ഈ ഒരു ബാക്ക് നെക്കിലും നിങ്ങൾ ഒന്നുകൂടി നോക്കിക്കോളി. കണ്ട, ഇതിങ്ങനെ വെച്ച് നോക്കുമ്പോൾ തന്നെ കറക്റ്റായിട്ട് വരുന്നുണ്ട്. ഇതാ, ഒന്നിനോടൊന്ന് തൊട്ട് കൊടുത്തിട്ട് വിരല് പലരും പിന്നെ നെക്ക് ചെയ്ത് കഴിഞ്ഞിട്ടാകുമ്പോൾ മലർന്ന് പോകുന്നെന്ന് പറയുന്നതിൻ്റെ ഒരു കാരണം അതാണ്. നമ്മൾ വലിച്ചു പിടിച്ചു പോകും. ഈ ഒരു ടെൻഷൻ, ഉള്ളിലുള്ള ടെൻഷൻ കാരണം തെറ്റിപ്പോവോ എന്നുള്ള ടെൻഷൻ കാരണമാണ് ഈ വലിച്ചു പിടിച്ച് പോകുന്നത്. അത് ചെയ്യുന്ന ആളെ അറിയുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഞാൻ വലിച്ചിട്ടൊന്നുമില്ല, പക്ഷെ നമ്മൾ നോക്കി നിൽക്കുക ചെയ്യുമ്പോൾ അത് നമുക്ക് കാണാനും പറ്റുന്നുണ്ട്. ഇത് ഏറ്റവും താഴത്തേക്കുള്ള പീസിന് പ്ലീറ്റ് ഇട്ട് കൊടുക്കുകയാണ്. ആദ്യം തന്നെ പ്ലീറ്റ് ഇട്ട് തൊട്ട് മേലത്തുള്ള പീസിന് കണക്കാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ 1 by 1 ആയിട്ട് ഇങ്ങനെ ജോയിൻ ചെയ്ത് കൊടുക്കാനേ നമുക്ക് ഉണ്ടാവുള്ളൂ. ഇതിങ്ങനെ പ്ലീറ്റ് ഇടാം, അല്ലെങ്കിൽ നൂല് വലിച്ചിട്ട് അങ്ങനെ വേണമെങ്കിൽ പ്ലീറ്റ് ഇടാം. ഏറ്റവും താഴത്തെ ഇത് കണക്കാക്കിയിട്ട് അതിൻ്റെ മേലത്തെ പീസിനെ ഇതാക്കുക, അവർ തമ്മിൽ ജോയിൻ ചെയ്യുക. ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ റയോൺ ചെയ്യണമ്പോൾ എപ്പോഴും ശ്രദ്ധിച്ചോളി, കുറച്ച് എക്സ്ട്രാ തയ്യൽ തുമ്പ് എടുത്തിട്ട് ആദ്യം ഒന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തിട്ട് തമ്മിൽ ജോയിൻ ചെയ്തോളി. ഇല്ലെങ്കിൽ ഈ നൂല് വലിയും. ഞാൻ 1-2 കുറച്ച് മുന്നേ ചെയ്തതിൽ എനിക്ക് വന്ന അബദ്ധമായതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. പിന്നെ നമ്മൾ വാഷിംഗ് മെഷീനിലൊക്കെ ഇട്ട് അലക്കുകയാണെങ്കിൽ നൂലൊന്നായിട്ട് വലിഞ്ഞ് ആകെ നാശാവും. മറ്റേ ഡ്രസ്സിലൊക്കെ കുടുങ്ങിയിട്ട് കണ്ടില്ല, ഇത് തമ്മിൽ ജോയിൻ ചെയ്തു. ബാക്കി ഓരോന്നോരോന്നായിട്ട് ബോഡി പാർട്ട് ഇതിനോട് ജോയിൻ കണ്ട, മേലത്തെ ബോഡി പാർട്ട് സ്ട്രെയിറ്റ് ആണ്, മറ്റത് വെർട്ടിക്കലാണ്, പിന്നെ സ്ട്രെയിറ്റ് ആണ്, പിന്നെ വെർട്ടിക്കലാണ്. അപ്പോൾ ഈ ഒരു രൂപത്തിലാണ് ഇത് ചെയ്യുന്നത്. ഇത്രയേ ഉള്ളൂ സംഗതി, വളരെ നിസ്സാരാണ്. കണ്ടില്ലേ? പക്ഷെ ഹൈറ്റ് കുറഞ്ഞവർ ഇങ്ങനെ ചെയ്യണ്ട കേട്ടോ. കുറച്ചും കൂടി ഹൈറ്റ് കുറഞ്ഞതായിട്ട് തോന്നും ഈ വെർട്ടിക്കൽ ലൈനിൽ ഡ്രസ്സ് വരുന്ന സമയത്ത്. അത് ഡ്രസ്സിങ്ങിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. ഹൈറ്റ് ഉള്ളവർ കുറുകെ ലൈനുള്ളത് ഇട്ട് കഴിഞ്ഞാൽ അവരുടെ ഒന്നും കൂടി ഒരു എന്താ പറയുക, മേലെ നിന്ന് താഴ്ന്ന് പിടിച്ച് അമർത്തിയ പോലത്തെ ഉള്ളൊരു രൂപത്തിലാണ് വരിക. അപ്പോൾ ഇത് ഫൈനൽ ലുക്കിൽ ഇതിങ്ങനെയാണ് വരുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത്. ഇനി ഈ പെരുന്നാളിനെ പ്രമാണിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് ആളുകൾ പെരുന്നാൾ സ്വന്തം തയ്ച്ച ഡ്രസ്സ് കിടണം, ഇതങ്ങനെ പറഞ്ഞു തരണം ഇങ്ങനെ പറഞ്ഞു തരണം എന്നൊക്കെ പറഞ്ഞിട്ട് കമൻറ്റ് ഒരുപാട് ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ കമൻറ്റിനേക്കാളും കൂടുതൽ എനിക്ക് വാട്സപ്പിലേക്ക് കൂടി തന്നെയുള്ള മെസ്സേജുകളാണ് കേട്ടോ. നമ്പർ ഇപ്പം കിട്ടുന്നത് കൊണ്ട് അതുകൊണ്ട് തന്നെ അവർക്കും സൗകര്യമാണ്, എനിക്കും സൗകര്യമാണ്. എൻ്റെ ചിലപ്പോഴൊക്കെ ഒഴിച്ചുകൂടാനാവാത്ത തിരക്കാണെങ്കിൽ ഞാൻ കുറച്ച് എനിക്ക് വിളിക്കുവാൻ ചോദിക്കും. ആ സമയമല്ല ഞാൻ തിരിച്ച് വിളിക്കും, അങ്ങനെ എന്തെങ്കിലും ചെയ്യാറാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്നും ഡ്രസ്സ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്നൊക്കെ വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും, ഞാൻ ഇനി എന്തെങ്കിലും മാറ്റം വരുത്തേണ്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പറയാം. ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻ്റ് ഇടാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയുമായി കാണാം. ബൈ. അസ്സലാമു അലൈക്കും.